السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒരുമിച്ച കൂടലിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ സൂചിപ്പിച്ചത് 4 കാര്യങ്ങളുടെ പൂർത്തീകരണമാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ 4 കാര്യങ്ങൾ അത് നമുക്ക് നിർബന്ധമാണ് എന്നതിൻ്റെ തെളിവിനെ സംബന്ധിച്ചാണ്. 4 കാര്യങ്ങളിൽ 1 ഇൽമാണ്, അറിവാണ്, അറിവ് പഠിക്കൽ. 2 പഠിച്ച അറിവ് അതനുസരിച്ച് അമൽ ചെയ്യൽ. 3 നമ്മൾ അമൽ ചെയ്ത കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ, പ്രബോധനം ചെയ്യൽ. 4 ആ പ്രബോധന വീതിയിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ ക്ഷമ കൈകൊള്ളൽ. ഈ 4 കാര്യങ്ങൾ. ഇനി ഇതിനുള്ള തെളിവാണ് അടുത്തതായി നമ്മൾ മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയുന്നത്. വദ്ദലീലു ഖൗലുഹു തആല. ഈ പറയപ്പെട്ട കാര്യത്തിലുള്ള തെളിവ് നമുക്കൊക്കെ അറിയുന്ന സുപരിചിതമായ ചെറിയ സൂറത്താണ്, സൂറത്തുൽ അസ്ർ അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ സൂറത്താണ് ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് എന്നതിന് തെളിവ്. സൂറത്തിൻ്റെ അർത്ഥം വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പല കാര്യങ്ങളെയും തൊട്ട് സത്യം ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. വല്ലുഹ, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. വൽ ആദിയാതി, കുതിരകൾ തന്നെയാണ് സത്യം. വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ് സത്യം. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വൻ നജ്മി, നക്ഷത്രം തന്നെയാണ് സത്യം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, അള്ളാഹു ഖുർആനിൽ ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ശേഷം പറയപ്പെടാൻ പോകുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമ്മൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശേഷം പറയാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്മാർക്ക്, സൃഷ്ടികൾക്ക് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹു അല്ലാത്ത, അത് ഖുർആനായാലും കഅബയായാലും മാതാപിതാക്കളായാലും പാടില്ലാത്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. ആരെങ്കിലും അള്ളാഹു അല്ലാത്ത ഒന്നിനെ വിളിച്ച് സത്യം ചെയ്താൽ, അതായത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ, സാധാരണ ജനങ്ങൾ പറയുന്നതായിട്ട് ഖുർആൻ തന്നെയാണ് സത്യം, കഅബ തന്നെയാണ് സത്യം, അതൊക്കെ ശിർക്കിൻ്റെ വാക്കുകളാണ്, പാടില്ലാത്തതാണ്. കാരണം സത്യം ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ്. അപ്പം അള്ളാഹു അല്ലാത്ത മറ്റൊരു സൃഷ്ടികളെ ഒരാൾ സത്യം ചെയ്താൽ അത് ശിർക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. പക്ഷെ അള്ളാഹു ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹിന് കഴിവുള്ളവനാണ്, അള്ളാഹിന് ഇഷ്ടമുള്ളതിനെ ചെയ്യാം. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അള്ളാഹു ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹ്ക്ക് അനുവദനീയമാണ്. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലാത്തതാണ്. എന്നിട്ട് അങ്ങനെ കാലത്തെ സത്യം ചെയ്ത് അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഒന്ന്, ഖസമിന് ശേഷം വരുന്ന, സത്യം ചെയ്യുന്നതിന് ശേഷം വരുന്ന ആയത്ത്. അതിൻ്റെ അർത്ഥം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ ആയത്തിൽ തന്നെ തഅ്കീദ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. തഅ്കീദ് എന്ന് പറഞ്ഞാൽ ശക്തിയോടുകൂടി പറയാം, ഊന്നൽ നൽകിയിട്ട് പറയാം. തീർച്ചയായും നീ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്താ? തഅ്കീദ് കൂട്ടിയിട്ട് പറയാണല്ലോ. അതേപോലെ 2 എണ്ണം അതിൻ്റെ കൂട്ടി. ഒന്ന് ഇന്ന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ തീർച്ചയായും എന്നാണ് എൻ്റെ അർത്ഥം. ഒരു ഊന്ന് നൽകി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ സ്ട്രോങ് കുറയും. അപ്പം ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു. അതേപോലെ ഇന്ന
രണ്ടാമത്തത് ലഫി ഖുസർ. ശരിക്കും ഫി ഖുസർ എന്ന് പറഞ്ഞാൽ മതി, ഫി ഖുസർ. പക്ഷെ അള്ളാഹു കൊണ്ട് ലാമ് ചേർത്തു. ഈ ലാമിൻ്റെ അർത്ഥം ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്. തീർച്ചയായും മനുഷ്യൻ നാശത്തിൽ തന്നെയാണ് എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ട? അപ്പം അള്ളാഹു പറയുന്നത് സത്യം ചെയ്ത്. ഇപ്പം 3 കാര്യം. ഒന്ന് സത്യത്തിന് ശേഷം പറയുന്നത്, 2 ഇന്ന വെച്ചുകൊണ്ട് തുടങ്ങുന്നത്, 3 ലാമ് വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പം ആയത്തിൻ്റെ സ്ട്രോങ് കൂടി. അപ്പോൾ ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലഫി ഖുസ്ർ, അവൻ നാശത്തിൽ തന്നെയാണ്. മനുഷ്യരെല്ലാം നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോൾ മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇതിനാണ് ആം എന്ന് പറയാം, പൊതുവായിട്ടുള്ളൊരു ഹുക്കുമ് പറയാം. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും? ആ പൊതുവായ ഹുക്കുമിൽ നിന്നും ചിലതിനെ വേർതിരിക്കും. അതിന് ഇസ്തിസ്നാ എന്നാണ് അറബി പറയാം. അപ്പോൾ അള്ളാഹു ചില ആൾക്കാരെ വേർതിരിച്ചു. ആരൊക്കെയാ? ഈ പറയപ്പെടാൻ പോകുന്ന 4 വിഭാഗത്തിൽ. അള്ളാഹു പറയാണ്, ഇല്ലല്ലദീന ആമനു, ഇല്ലല്ലദീന, ഒരു കൂട്ടരൊഴിച്ച് ബാക്കിയെല്ലാം നാശത്തിലാണ്, നഷ്ടത്തിലാണ്. ആരാണ് ആ കൂട്ടർ? ആമനു, വിശ്വാസികളായ, അള്ളാഹുവിനെ വിശ്വസിച്ച, അതായത് അള്ളാഹുവിനെ ഏകനാക്കിയ മുവഹിദുകൾ ഒഴിച്ച്. വഅമിലു സ്വാലിഹാത്തി, രണ്ടാമത്തത് സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നവർ, അതായത് റസൂലുള്ളാഹി തങ്ങളെ ഫോളോ ചെയ്തവർ, തൗഹീദ് ഉൾക്കൊണ്ടു, ജീവിതത്തിൻ്റെ രീതി റസൂലുള്ളാഹി തങ്ങളെ കാണിച്ചത് പോലെയായി. ഈ രണ്ടും ഉള്ളവർ ഒഴികെ. അതിനെ കൂടെ അള്ളാഹു ചേർത്ത് പറഞ്ഞത് വതവാസൗ ബിൽ ഹഖ്, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ, അതായത് ദഅവത്ത്, പ്രബോധനം ചെയ്യുന്നവർ. നമ്മൾ മനസ്സിലാക്കിയ സത്യം മറ്റൊരാൾക്ക് കൂടി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി അവനോട് പറഞ്ഞു കൊടുക്കുന്നവർ. ഇതിൻ്റെ വ്യക്തമായ തഫ്സീർ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് ഒരായത്താണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ, അല്ലേ? അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ ഉത്തമമായ ഒരു സമുദായമാണ്. എന്താ നിങ്ങളുടെ പ്രത്യേകത? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ അടിസ്ഥാനം. വതവാസൗ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യം കൊണ്ട് കൽപ്പിക്കുക, തിന്മ കൊണ്ട് നിരോധിക്കുക. ദഅവത്തുമായി. നാലാമത്തത് വതവാസൗ ബിസ്സബ്ർ, നിങ്ങൾ ക്ഷമ കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുക. തീർച്ചയായും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അവൻ പീഡിപ്പിക്കപ്പെടും, ആക്രമിക്കപ്പെടും, കളിയാക്കപ്പെടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ക്ഷമ കൈകൊള്ളുക. ഇതാണ് ആയത്ത്. ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ അറിയോ? പണ്ഡിതന്മാർ പറയുന്നത്, ഈ സൂറത്ത് കേട്ട ഒരാൾ, ഈ സൂറത്ത് പഠിച്ച ഒരാൾ, തീർച്ചയായും അവൻ സ്വന്തം ശരീരത്തെ ഈ വലാലത്തിൽ നിന്നും പുറത്താക്കണം. അല്ലേ? അള്ളാഹു പറഞ്ഞല്ലോ എല്ലാവരും നഷ്ടത്തിലാന്ന് പറഞ്ഞല്ലോ. ആ നഷ്ടം സംഭവിച്ച കൂട്ടത്തിൽ നിന്നും നമ്മളെ പുറത്താക്കണം. എങ്ങനെ? ഈ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. മുവഹിദാകണം, സുന്നത്തിനെ ഫോളോ ചെയ്യണം, അതിലേക്ക് ദഅവത്ത് ചെയ്യണം, അതിലുണ്ടാകുന്ന കാര്യങ്ങൾ ക്ഷമിക്കണം. ഈ 4 കാര്യത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഈ ഖുസറാനിൽ നിന്ന്, ഈ നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. അത് വാജിബാണ്, നിർബന്ധമാണ്. ഇത് ചെയ്യാത്ത ആളാണെങ്കിലോ തീർച്ചയായും നഷ്ടത്തിലായിരിക്കും. അതാണ് ഈ 4 കാര്യങ്ങൾക്ക് ഷെയ്ഖ് റഹ്മഹുല്ലാ തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിഹാദ് 4 രൂപത്തിലാണ്. ജിഹാദ് 4 രൂപത്തിലാണ്. അതിന് പണ്ഡിതന്മാർ സാധാരണ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ജിഹാദ് 4 രൂപത്തിലാണ്. അത് ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മൂപ്പര് സൂചിപ്പിച്ചത്. ഒന്ന്, അൻ യുജാഹിദ അലാ നഫ്സിഹ ബിൽ ഇൽമ് പഠിക്കാൻ വേണ്ടി സ്വന്തം ത്യാഗം ചെയ്യുക. 2, ആ പഠിച്ച ഇൽമ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സ്വന്തം ശരീരത്തിനോട് ജിഹാദ് ചെയ്യുക. അല്ലേ? എത്രയോ ആൾക്കാർ എന്തൊക്കെ പഠിക്കുന്നു, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പാണെന്ന് അറിയാത്ത ആരെങ്കിലുണ്ടോ? സുന്നത്ത് നോമ്പാണ്, അത് നിത്യമായി ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് ശീലിപ്പിക്കാൻ ശരീരത്തിനോട് യുദ്ധം ചെയ്യുക. 3, ഇനി നമ്മൾ പഠിച്ച അമൽ ചെയ്ത കാര്യം ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക, അതിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക. 4, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കാൻ നിങ്ങൾ സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തുക. ഇതാണ് ഷെയ്ഖ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സൂചിപ്പിച്ച ജിഹാദിൻ്റെ 4 മർത്തബകൾ. ഇനി മത്നി ഖാല ശാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുകയാണ്. ഇമാം ഷാഫിഈനെ അറിയില്ലേ? അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഇബ്നുൽ അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫിഅ് അൽ ഹാഷിമി അൽ ഖുറശി. ഗസയിലാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ജനിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഈ യുദ്ധം നടക്കുന്ന ഗസ ഉണ്ടല്ലോ, ഗസക്കാരനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. ഗസയിൽ ജനിച്ചു ഹിജറ 150.
ഹിജറ 150 നടക്കുന്ന വേറൊരു സംഭവം ഉണ്ട്. എന്താ അറിയോ? ഹിജറ 150 അബൂ ഹനീഫ റഹ്മഹുല്ല മരണപ്പെടുന്നത് ഹിജറ 150 അതേ വർഷമാണ് ഇമാം ഷാഫി റഹ്മഹുല്ല ജനിക്കുന്നത്. ചില കിതാബുകളിൽ കാണാം ഒരേ രാത്രിയാണ് ഇത് രണ്ടും സംഭവിച്ചത്. അബൂ ഹനീഫ മരണപ്പെട്ടു, ഇമാം ഷാഫി ജനിച്ചു 150 ഹിജറ 150 ഗസയിൽ അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ ഗസയിൽ അദ്ദേഹം ഇൽമു തേടിക്കൊണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ യാത്ര ചെയ്തു. അവസാനം മിസ്റിൽ വെച്ച്, മിസ്ർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈജിപ്തിൽ വെച്ച് ഹിജറ 206 അദ്ദേഹം മരണപ്പെട്ടു. ഇമാം ഷാഫി റഹ്മഹുല്ല മരണപ്പെട്ടു മിസ്റിൽ വെച്ച്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. ആ ഇമാം ഷാഫി റഹ്മഹുല്ല പറയാണ്, ലൗമ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി, അല്ലാഹു ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഹുജ്ജതൻ അലാ ഖൽഖിഹി, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് തെളിവായിക്കൊണ്ട്, ഇല്ലാ ഹാദിഹി സൂറ, ഈ സൂറത്തല്ലാതെ, അതായത് ഈ സൂറത്ത് മാത്രം മതി, അള്ളാഹു ആ സൂറത്ത് മാത്രം ഇറക്കിയാൽ മതി ജനങ്ങൾക്ക് തെളിവായിക്കൊണ്ട്, ലകഫതുഹും, അവർക്കത് മതിയാകുന്നതാണ് എന്ന്. ഈ സൂറത്തിനെ സംബന്ധിച്ച് ഇമാം ഷാഫിഈ റഹ്മഹുല്ല പറഞ്ഞ വാക്കാണ്. നിങ്ങൾ അള്ളാഹു ഈ സൂറത്ത് മാത്രം ഇറക്കിയാൽ മതി, ഏകദേശം ഈ സൂറത്തിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതം തന്നെ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ഇത് മാത്രം മതി അള്ളാഹുവിന് ജനങ്ങൾക്കെതിരെ തെളിവായിക്കൊണ്ട്. അതിൻ്റെ അർത്ഥം ഈ സൂറത്ത് പഠിച്ച ഒരാൾക്ക് പിന്നെ അള്ളാഹിൻ്റെ അടുക്കൽ എന്തില്ല? ഉദറില്ല, അറിയില്ല, കേട്ടിട്ടില്ല എന്ന് പറയാൻ ഉദറില്ല. ഈ ആയത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി വഖാല അൽ ബുഖാരി റഹ്മഹുല്ല, ഇമാം ബുഖാരി റഹ്മഹുല്ല, അറിയില്ലേ? ഇമാം ബുഖാരിനെ അറിയില്ലേ? അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബർദിസ് ബഹുൽ ബുഖാരി. ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ബുഖാരി ജനിച്ചത്. ആ ബുഖാറ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് ബുഖാരി എന്നറിയപ്പെട്ടത്, അല്ലേ? അതിന് നിസ്ബ എന്നാണ് പറയാം. ഒരാളുടെ ജോലി, ഒരാളുടെ സ്ഥലം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിശേഷണങ്ങൾ അതിലേക്ക് ചേർത്തുകൊണ്ട് അറിയപ്പെടുക, അല്ലേ? ഇമാം ബുഖാരി പോലെ. ബുഖാറ എന്ന് പറയുന്ന സ്ഥലം, ബുഖാറ എന്ന് പറഞ്ഞാൽ എവിടെയുള്ള സ്ഥലം? ഉസ്ബെക്കിസ്ഥാൻ. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനില്ലേ, അറബിയല്ല മൂപ്പര്, അനറബിയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ മൂപ്പര് ജനിക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ പ്രത്യേകത, അത് സോവിയറ്റ് യൂണിയൻ, റഷ്യൻ്റെ കീഴിലായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ അത് മോചിപ്പിക്കപ്പെട്ട് സ്വന്തം രാജ്യമായതാണ് ഉസ്ബെക്കിസ്ഥാൻ. അന്നത്തെ റഷ്യയുടെ കീഴിൽ, റഷ്യയുടെ കോളനി ഭരണം നടക്കപ്പെടുന്ന സ്ഥലമായിരുന്നു ഉസ്ബെക്കിസ്ഥാൻ. അവിടെയാണ് ഇമാം ബുഖാരി റഹ്മഹുല്ല ജനിക്കുന്നത്. ഇമാം ബുഖാരി എപ്പോൾ ജനിക്കുന്നത് അറിയോ? ഇമാം ബുഖാരി പ്രത്യേകത, ഇവർ ജനിക്കുന്നത് ഷവ്വാൽ മാസത്തിലാണ്, മരണപ്പെടുന്നത് ഷവ്വാൽ മാസത്തിലാണ്. ജനിക്കുന്നത് ഷവ്വാലും മരണപ്പെടുന്നത് ഷവ്വാൽ. 194 ഹിജറ 194 ഇമാം ബുഖാരി റഹ്മഹുല്ല ജനിക്കുന്നത്. 256 മരണപ്പെടുകയും ചെയ്തു. 256 മരണപ്പെടുന്നതും അവിടെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ സമർഗന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇമാം ബുഖാരി ഏകദേശം ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിതാബ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബ് ഏതാ? ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി, അല്ലേ? അസ്സഹുൽ കുത്തുബി ബഅദ കിതാബില്ലാഹ്, അള്ളാഹിൻ്റെ ഖുർആനിന് ശേഷം ലോകം കണ്ട ഏറ്റവും സഹീഹായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ്. ആകാശത്തിൻ്റെ ചോട്ടിൽ ഇമാം ബുഖാരിയേക്കാൾ, ആ സഹീഹുൽ ബുഖാരിയേക്കാൾ സഹീഹായ മറ്റൊരു കിതാബില്ല അള്ളാഹിൻ്റെ ഖുർആൻ അല്ലാതെ. അള്ളാഹിൻ്റെ ഖുർആനിന് ശേഷം ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചൊരു കിതാബാണ് സഹീഹുൽ ബുഖാരി. അതിൻ്റെ പ്രത്യേകത, ആ സഹീഹുൽ ബുഖാരിയിൽ സഹീഹായ ഹദീസുകളല്ലാതെ ഓർമ്മയില്ല. ആ 2 ചട്ടക്കുള്ളിൽ നമ്പർ കൊടുത്ത് നൽകപ്പെട്ട ഹദീസുകളിൽ സഹീഹായ ഒരു ഹദീസും ആ കിതാബിലില്ല. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിലായി ചില ആൾക്കാർ അതിൽ 14ഓളം ഹദീസുകൾ ദഈഫുണ്ട് എന്ന് വാദിക്കുന്നു. അവരുടെ വാദം നിരർത്ഥകമാണ്, ബാത്തിലാണ്. കാരണം ലോക മുസ്ലിമിൽ ഇജ്മാ ആയ വിഷയമാണ് സഹീഹുൽ ബുഖാരിയിൽ സഹീഹായ അല്ലാത്ത ഒരു ഹദീസും ഇല്ല എന്നത്. ഇമാം ബുഖാരി പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിതാബിൽ, ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ, ബാബുൽ ഇൽമി ഖബ്ലൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഹെഡിങ് എന്താ അറിയോ? ബാബുൽ ഇൽമി, ഇൽമിൻ്റെ അധ്യായം, ഖബ്ലൽ ഖൗലി വൽ അമൽ. ഖബ്ലൽ ഖൗൽ, ഖൗൽ എന്ന് പറഞ്ഞാൽ ദഅവത്ത് ചെയ്യുക, പ്രബോധനം ചെയ്യുക. വൽ അമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പോൾ ഷർത്ത് ശ്രദ്ധിച്ചോ, നമ്മൾ ദഅവത്തിന് മുമ്പ് ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കണം അല്ലേ? ആ പ്രാവർത്തികമാക്കിയ കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടായിരിക്കണം? നമുക്ക് ഇൽമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം പഠിക്കണം. പഠിച്ച കാര്യം എന്ത് ചെയ്യാൻ പറ്റും? അമൽ ചെയ്യാൻ പറ്റും. അറിവില്ലാത്ത കാര്യം അമൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ വലാലത്തിൻ്റെ തുടക്കമായിരിക്കും. രണ്ട്, നമ്മൾ ആ പഠിച്ച് അമൽ ചെയ്ത കാര്യത്തിലേക്കായിരിക്കും ക്ഷണിക്കേണ്ടത്. നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിലേക്ക് ദഅവത്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ദാലും മുതിലും ആവും. അപ്പം അറിവില്ലാത്ത കാര്യത്തിൽ സംസാരിക്കാൻ പാടില്ല. അറിവുള്ള കാര്യം നിങ്ങൾക്ക് ദഅവത്ത് ചെയ്യാം. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഇപ്പം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിരുപാധികം ഇൽമുള്ളവർ മാത്രമേ ദഅവത്ത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം പണ്ഡിതന്മാർ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ ആരും സ്വയം പരിചയപ്പെടുത്തൂല. ഒന്ന്. രണ്ടാമത്തത്, ഇൽമില്ലാത്ത ഒരാൾ ഇൽമില്ലാത്ത വിഷയത്തിലേക്ക് ദഅവത്ത് ചെയ്യാനും പാടില്ല. അതും ഹറാമാണ്, പാടില്ലാത്തതാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമുക്കറിവുള്ള കാര്യത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ആ വിശദമായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് മൂക്കല്. നിങ്ങൾ ആദ്യം പഠിക്കണം, പിന്നെ അമൽ ചെയ്യണം, പിന്നെ നിങ്ങൾ ദഅവത്ത് ചെയ്യണം. ഇനി വദ്ദലീലു ഖൗലുഹു തആല, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഈ കാര്യം പറഞ്ഞിട്ട് അതിന് തെളിവായിട്ട് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. അള്ളാഹു പറയാൻ, ഫഅലം, നീ പഠിക്കണം, നീ അറിയണം. ഫഅലം, നീ പഠിക്കണം, നീ അറിയണം. അള്ളാഹ് പറയാട്ടോ, നീ അറിയണം. എന്താ അറിയേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ എന്ന് നീ പഠിക്കണം. അപ്പം എന്ത് മനസ്സിലായി? തൗഹീദ് പഠിക്കൽ അനിവാര്യമാണ് എന്ന് അല്ലെ അള്ളാഹ് പറയല്ലേ? നീ അത് പഠിക്കണം. വസ്തഗ്ഫിർ ലിദംബിക്, എന്നിട്ട് നീ എന്ത് ചെയ്യണം? നിന്റെ പാപത്തിൻ്റെ മേൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പം ഇതാണ് പഠിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച കാര്യം. അപ്പം ഇമാം ബുഖാരി ഈ ആയത്ത് തെളിവെടുത്തിട്ട് മൂപ്പര് പറയും, നിങ്ങൾ ആദ്യം പഠിക്കണം, പിന്നെ അമൽ ചെയ്യണം, പിന്നെ നിങ്ങൾ ദഅവത്ത് ചെയ്യണം എന്ന്. ഫബദഅ ബിൽ ഇൽമി ഖബ്ല അൽ ഖൗലി വൽ അമൽ. അല്ലേ? അള്ളാഹു ആയത്ത് തുടങ്ങിയത് ബിൽ ഇൽമു കൊണ്ടാണ്. ഫഅലം, നീ പഠിക്കണം. എന്താ പഠിക്കേണ്ടത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, പഠിച്ചാലല്ലേ മനുഷ്യൻ്റെ മനസ്സിൽ ഉറക്കുകയുള്ളൂ. ഖബ്ല അൽ ഖൗലി വൽ അമൽ, നീ അമൽ ചെയ്യുന്നതിൻ്റെ മുമ്പും അതേപോലെ നീ പ്രബോധനം ചെയ്യുന്നതിന് മുമ്പും നീ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതാണ് ഒരധ്യായത്തിൻ്റെ ഒരു ഭാഗം. അത് നമ്മൾ ഒരു ഭാഗം പൂർത്തിയായി കേട്ടോ. കിതാബിൻ്റെ ഒരു ഭാഗം പൂർത്തിയായി. അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ ആകത്തുക പഠിച്ചത്, ഒന്ന്, മനുഷ്യൻ പഠിച്ചിരിക്കൽ നിർബന്ധമായ 4 കാര്യങ്ങൾ. ഒന്ന് ഇൽമാണ്. ഇൽമ് 3 രൂപത്തിലാണ്: മഅരിഫത്തുല്ലാഹ്, മഅരിഫത്തു നബിയിഹി, മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ല. അല്ലേ? അതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് അൽ അമൽ, പഠിച്ച കാര്യം പ്രാവർത്തികമാക്കുക. മൂന്നാമത്തത് പ്രാവർത്തികമാക്കിയ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. നാലാമത്തത് ആ ക്ഷണിച്ച കാര്യത്തിൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമ കൈകൊള്ളുക. ഈ 4 കാര്യങ്ങൾ. ആ സെക്ഷൻ തീർന്നു. രണ്ടാമത്തെ സെക്ഷൻ നോക്കിക്കോ. ഷെയ്ഖ് പറയാണ്, ഇഅ്ലം റഹിമക്കല്ലാഹ്, ഇഅ്ലം, നീ പഠിക്കണം, റഹിമക്കല്ലാഹ്, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. മുമ്പ് സൂചിപ്പിച്ചല്ലോ, സലഫി പണ്ഡിതന്മാരുടെ പ്രത്യേകത, അവർ വിദ്യാർത്ഥികളോട് അങ്ങേയറ്റം കരുണ കാണിക്കുന്നവരായിരിക്കും, സ്നേഹമുള്ളവരായിരിക്കും. അപ്പോൾ ദുആ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പറയും. അപ്പോൾ ആദ്യം ദുആ ചെയ്യണം. ഇഅ്ലം, മോനെ നീ പഠിക്കണം, റഹിമക്കല്ലാഹ്, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. അത് പിന്നെ നല്ലൊരു മാതൃകയാണ്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇല്ലേ? ചെറിയ ചെറിയ മക്കൾ എത്രയോ ദുആകൾ നമുക്ക് കാണാൻ പറ്റും റസൂലുള്ളാഹിയുടെ ഹദീസുകളിൽ. ചെറിയ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പം അതേപോലെ ആദ്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, എന്നിട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഷെയ്ഖ് പറയുന്നത്, ഇഅ്ലം റഹിമക്കല്ലാഹ്, മോനെ നീ പഠിക്കണം, അള്ളാഹു നിന്നോട് കരുണ കാണിക്കട്ടെ. എന്താ നീ പഠിക്കേണ്ടത്? ശ്രദ്ധിച്ചോ. അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും നിർബന്ധമാണ്. വ മുസ്ലിമത്തിൻ, മുസ്ലിമത്തായ സ്ത്രീക്കും നിർബന്ധമാണ്. മുസ്ലിമായ ആണിനും പെണ്ണിനും നിർബന്ധമാണ്. എന്താ നിർബന്ധം? തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ, 3 മസ്അലകളെ സംബന്ധിച്ച് പഠിക്കൽ. വൽ അമലു ബിഹിന്ന, ആ മസ്അലകളെ പഠിക്കുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്യൽ എല്ലാ മുസ്ലിം ആണും പെണ്ണിനും നിർബന്ധമാണ്. അതിൽ പറയാൻ പറ്റും ഓരോ കാര്യങ്ങൾ മൂപ്പര് പറയണം. ഒന്ന്, അൽ ഊല, അതിലൊന്നാമത്തത് അന്നല്ലാഹ ഖലഖന. ശ്രദ്ധിച്ചോട്ടെ. ഒന്ന്, അന്നല്ലാഹ ഖലഖന, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിലെന്ത് പൂർത്തിയായി? റുബൂബിയത്ത് പൂർത്തിയായി. അന്നല്ലാഹ ഖലഖന, അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്.
വറസഖന, നമുക്ക് ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് റിസ്ഖിന്. സാധാരണ ഖുർആനിലൊക്കെ വന്നിട്ടുള്ള റിസ്ഖിന് പണ്ഡിതന്മാർ നൽകിയ അർത്ഥം കുല്ലുമാ യഹ്താജുൽ ഇൻസാനു ഇലൈഹി, മനുഷ്യൻ നിത്യജീവിതത്തിൽ അവൻ ആവശ്യമായി വരുന്ന സകല വസ്തുക്കളും അതിൽ പെട്ടു. റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാം ഭക്ഷണം നൽകിയെന്നാണ് ആ മലയാളത്തിൽ അർത്ഥം വെക്കുക. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ അറബി അതിൽ വിശാലമാണ്. കുല്ലുമാ യഹ്താജുൽ ഇൻസാനു ഇലൈഹി, മനുഷ്യൻ നിത്യജീവിതത്തിൽ ആവശ്യമായി വരുന്ന സകല വസ്തുക്കൾക്കും റിസ്ക് എന്ന് പറയും. ഏതൊക്കെ മനുഷ്യന് ആവശ്യമായി വരുന്നത്? താമസിക്കാനുള്ള വീട്, ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം, ഉടുക്കാനുള്ള വസ്ത്രം, സഞ്ചരിക്കാനുള്ള വാഹനം, നല്ലൊരു മാന്യമായ ജോലി, നല്ലൊരു കുടുംബം, ഇതൊക്കെയല്ലേ മനുഷ്യന് ആവശ്യമായി വരുന്ന വസ്തുക്കൾ. ഇതിനൊക്കെ റിസ്ക് എന്ന് പറയും. ഇതൊക്കെ നൽകുന്നത് ആരാ? അള്ളാഹുവാണ്. അതാണ് വറസഖന, നമുക്ക് റിസ്ക് നൽകുന്നവനും അതായത് ഉപജീവനം നൽകുന്നവനും അള്ളാഹുവാണ്. വലം യത്റുക്ന, അള്ളാഹു നമ്മളെ വിട്ടിട്ടില്ല. ഹമല, വെറുതെ വിട്ടിട്ടില്ല. അല്ലേ? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ട് ദുനിയാവിൽ വെറുതെ വിട്ടതാണോ? നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അല്ല. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുകയും ദുനിയാവിലെ അയക്കുകയും ചെയ്തു. എന്നിട്ടോ ബൽ അർസല ഇലൈനാ റസൂല, നമ്മളിലേക്ക് ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്തു. റസൂൽ അള്ളാഹു അല്ലേ? വെറുതെ നമ്മൾ വിട്ടിട്ടില്ല ദുനിയാവിലേക്ക്. നമ്മളെ ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടി വിടുകയും നമുക്കൊരു കിതാബ് നൽകുകയും ഒരു ജീവിത രേഖ നൽകുകയും ആ ജീവിത രേഖ എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് പഠിപ്പിക്കാൻ പ്രവാചകന്മാരെയും അള്ളാഹു അയച്ചു. അല്ലേ? ആ പ്രവാചകനിൽ നമുക്കെല്ലാം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അള്ളാഹു ഖുർആൻ ഇറക്കി, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം. എങ്ങനെ ഖുർആൻ അനുസരിക്കുക? അത് റസൂൽ നിങ്ങൾ കാണിച്ചു ജീവിതത്തിൽ എങ്ങനെയാണ് ഖുർആൻ അനുസരിക്കേണ്ടത്. അല്ലേ? ചില ആൾക്കാർ ഈ കാലഘട്ടത്തിൽ വന്നിട്ട് പറയും നമുക്ക് റസൂലുള്ളാഹി ആവശ്യമില്ല, ഖുർആൻ മാത്രം മതി, ഖുർആൻ മാത്രം മതി, ഹദീസിന്റെ ആവശ്യം നമുക്കില്ല. കാരണം തിബിയാനൽ ലിക്കുല്ലി ഷൈ, ഖുർആനിലെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഖുർആൻ അല്ലാത്ത വേറെ നിന്ന് സ്വീകരിക്കേണ്ടത്? ഞാൻ കണ്ടിട്ടില്ല അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞ ചില ആൾക്കാർ, അല്ലേ? അവർ വാദം അതാണ്, ഖുർആൻ പോലെ പിന്നെ എന്തിനാ ഹദീസ്? ഖുർആൻ മാത്രം പിടിച്ച് ദുനിയയിൽ ജീവിക്കാൻ പറ്റൂല. കാരണം ഖുർആനിന്റെ മുഫസ്സിറാണ് ഹദീസ്. ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ ചില കാര്യങ്ങൾ അല്ലാഹു മുബഹമായിട്ട് പറയും, കുറച്ചേ പറയും. വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, ഒരു ഉദാഹരണം അല്ലാഹു പറയാണ് ഖുർആനിൽ, നിങ്ങൾ വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, നിങ്ങൾ കട്ട ആൾക്കാരുടെ കൈ വെട്ടണം, കട്ട ആൾക്കാരുടെ കൈ വെട്ടണം. അത്രേ ഖുർആനിലുള്ളൂ. എന്ത് കട്ടാല്, എങ്ങനെ കട്ടാല്, എപ്പോ കട്ടാല്, എവിടെ വെട്ടണം, എങ്ങനെ വെട്ടണം ഖുർആനിലുണ്ടാ? ഇല്ല. അതൊക്കെ ഹദീസ് റസൂൽ പഠിപ്പിച്ചതാണ്. അതേപോലെ ഖുർആനിൽ അഖ്മിസ്സലാ, നിസ്കരിക്കണം എന്ന് കൽപ്പനയുണ്ട്. എങ്ങനെ നിസ്കരിക്കേണ്ടതിന് കൈഫിയത്ത് ഉണ്ടാ? ഇല്ല. അത് ഹദീസിലാണ്. അല്ലേ? അങ്ങനെ നിങ്ങൾ ഓരോ കാര്യം എടുത്തു നോക്കിയാൽ എന്തൊക്കെ കാണും? എല്ലാം ഹദീസായിരിക്കും. അതിൻ്റെ തഫ്സീർ, അതിനെ വിശദീകരിക്കുന്നത് ഹദീസുകളായിരിക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുനിയാവിൽ വെറുതെ ജീവിക്കാൻ വിട്ടിട്ടില്ല, മറിച്ച് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരികയും ഖുർആൻ ഇറക്കി തരികയും ആ ഖുർആൻ വിശദീകരിക്കാൻ അള്ളാഹു ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്തു. പിന്നെ അള്ളാഹു പറയാണ്, പിന്നെ ഷേഖ് പറയാണ് ഫമൻ അത്വഅഹു, ആരെങ്കിലും ആ പ്രവാചകന്മാരെ, അള്ളാഹു നമ്മളിലേക്ക് നിയോഗിച്ച ആ പ്രവാചകന്മാരെ ആരെങ്കിലും അനുസരിക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ അസാഹു, ആരെങ്കിലും ആ പ്രവാചകനെ ധിക്കരിക്കുകയാണെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ കാര്യം, വളരെ എളുപ്പമാണ്. ഒന്ന് ഇന്നല്ലാഹ ഖലഖന, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പൊ സൃഷ്ടിപ്പിൽ ആർക്കും പങ്കില്ല. അത് ഇന്നേ വരെ ആരും നിഷേധിച്ചിട്ടുമില്ല. നിഷേധിച്ചിട്ടുണ്ടോ? അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് സൃഷ്ടിക്കാൻ കഴിവുണ്ട് എന്ന് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല, മുസ്തഹീൽ. ചില ആൾക്കാർ, ചില അവിവേകികളായ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ ചില കള്ളക്കഥകളും ഇതൊക്കെ പ്രചരിപ്പിക്കുന്നവർ കാണാം. പക്ഷെ വാസ്തവത്തിൽ അതൊന്നും മൂക്ക് കീഴ്പോട്ടുള്ള ആരും തന്നെ വിശ്വസിക്കുകയില്ല, അത് അംഗീകരിക്കുകയും ഇല്ല. അത് നോർമലായ ചില കാര്യങ്ങളാണ്. രണ്ടാമത്തത് വറസഖന, നമുക്ക് ഉപജീവനം നൽകുന്നത് അല്ലാഹുവാണ്. ഈ വിഷയത്തിൽ ചില ആൾക്കാർ പഴിച്ചു പോയിട്ടുണ്ട്. അല്ലേ? ചില ആൾക്കാർ സ്വന്തം അസ്ബാബുകൾ ആസ്വദിച്ചു. എനിക്ക് റിസ്ക് കിട്ടുന്നത് എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. എനിക്ക് റിസ്ക് കിട്ടുന്നത് എൻ്റെ സാമർഥ്യം കൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. എനിക്ക് റിസ്ക് നൽകുന്നത് ഇന്ന കാര്യങ്ങളാണ് എന്നും വിശ്വസിക്കാൻ പാടില്ല. ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീട്ടിൽ നിന്ന് ജോലിക്ക് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ കണി കാണാൻ വേണ്ടി നല്ല എന്തെങ്കിലും സാധനം മുമ്പ് കൊണ്ടുവെക്കും. എന്നിട്ട് പറയും ഇന്ന ദിവസം ഇന്നതിനെ കണി കൊണ്ടതാണ് എനിക്ക് ഇന്ന ലാഭം ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ന കച്ചവടം ഉണ്ടായത്. ഇതൊക്കെ ശിർക്കിൻ്റെ ചില ഭാഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യങ്ങൾ ഇതൊക്കെ. അത്തിയറത്ത
വൽ ഹബല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരോധിച്ചു. അതിൽ പെട്ടൊന്ന് ഇത് ദുശ്ശകനം നോക്കുക എന്നുള്ളത് അല്ലേ. നല്ല എന്തെങ്കിലും വെള്ളപ്രാവിനെ കണ്ട അന്ന് കച്ചവടം ലാഭമാവും, കറുത്ത കാക്കനെ കണ്ട കച്ചവടം നഷ്ടത്തിലാവും. അങ്ങനൊന്നുമില്ല. അള്ളാഹ് ലാഭം തന്നാൽ ലാഭം കിട്ടി, അള്ളാഹ് നഷ്ടം നടത്തിയാൽ നഷ്ടമായി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വിഷയം ഒരുപാട് ആൾക്കാർ പേച്ചു പോയിട്ടുണ്ട് അല്ലേ. ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് റിസ്ക് കിട്ടും. ചില ആൾക്കാർ പറഞ്ഞു ഇന്ന വലിയാണ് അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖാണ് നമുക്ക് റിസ്ക് നൽകുന്നത് എന്ന്. ഇതൊക്കെ ബുദ്ധികൾ ആർക്കും മനസ്സിലാകുന്ന കാര്യം ബാത്തിലാണെന്നുള്ളത് അല്ലേ. ആ പറയപ്പെട്ട വലിയ റിസ്ക് കൊടുത്താരാ? അള്ളാഹുവാണ്. എന്നിട്ട് ആ റിസ്ക് നൽകപ്പെട്ട മനുഷ്യന് നമുക്ക് റിസ്ക് നൽകുമെന്ന് പറയുന്നത് ബാത്തിലായ കാര്യമാണ്, ബുദ്ധിക്കോ ഖുർആനിനോ യോജിക്കാത്ത കാര്യമാണ്. ഇവന്റെ റസൂൽ ഷെയ്ഖ് പറയാണ്, അപ്പൊ നമുക്ക് റിസ്ക് നൽകുന്നതും അള്ളാഹുവാണ്. അത് മാത്രമല്ല, അള്ളാഹു ദുനിയാവ് നമ്മൾ വെറുതെ ജീവിക്കാൻ വിട്ടിട്ടില്ല, നമുക്ക് ഖുർആൻ ഇറക്കി തന്നു, അതിനെ കൂടെ അത് വിശദീകരിക്കാൻ റസൂലിനെയും അയച്ചു തന്നു. അതിൽ പറയണം ഫമൻ അതാഅഹു ദഖലൽ ജന്ന, ഇനി ആരെങ്കിലും ആ പ്രവാചകനെ ഫോളോ ചെയ്താൽ സ്വർഗത്തിൽ കടക്കും. വമൻ അസാഹു, ആരെങ്കിലും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ കിടക്കും. എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് തെളിവ് പറയാണ് ഷെയ്ഖ് നൽകും. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് പിന്നെ സൂറത്ത് മുസമ്മിൽ 15-16 ആയത്തുകൾ. സൂറത്ത് മുസമ്മിൽ അല്ലാഹ് പറയാണ്, ഇന്ന അർസൽന ഇലൈക്കും, ഇന്ന അർസൽന, തീർച്ചയായും നാം നിയോഗിച്ചിരിക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്, റസൂലൻ ദൂതന്മാരെ, മുർസലീങ്ങളെ, ഷാഹിദൻ അലൈക്കും നിങ്ങൾക്കെതിരെ സാക്ഷ്യമായിക്കൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? നാളെ പരലോകത്ത് പോയിട്ട് നിങ്ങൾക്ക് അള്ളാഹ് പറയാൻ കഴിയില്ല, അള്ളാഹ് നീ നമ്മളെ സൃഷ്ടിക്കുകയും ദുനിയാവിൽ വെറുതെ വിടുകയും ചെയ്തു, നമുക്കൊന്നും മാറി നിർദ്ദേശം കാണിക്കാൻ ആരുണ്ടായിരുന്നില്ല, നമുക്ക് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂല അല്ലേ. അല്ല, നിങ്ങൾക്കെതിരെ സാക്ഷിയായിട്ട് അള്ളാഹു എന്ത് ചെയ്തു? ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ഫോളോ ചെയ്യാതാൽ എല്ലാവരും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂല. കമാ അർസൽന, നാം മുമ്പ് നിയോഗിച്ചതുപോലെ, അത് അള്ളാഹു പറയുന്നത്, മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, അതേപോലെ നിങ്ങൾക്കും ഇതാ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആരെ മുമ്പിൽ എടുത്തേക്ക് അയച്ച? ഇല ഫിർഔന റസൂല, ഫിർഔനിലേക്ക് അള്ളാഹു ദൂതനെ അയച്ചതുപോലെ നിങ്ങൾക്കും അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഫിർഔനിലേക്ക് ദൂതനെ അയച്ച മഷ്ഹൂറായ കാര്യമാണ്, അറിയപ്പെട്ട കാര്യമാണ്. ഫിർഔൻ ധിക്കരിച്ചതും ഫിർഔന്റെ കാപട്യവും കിബറും ഇതൊക്കെ ഖുർആനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ ഫിർഔനിലേക്ക് വരെ ഞാൻ ദൂതനെ അയച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ നിങ്ങൾക്കും അതേപോലെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്നാൽ ഫഅസാ ഫിർഔനുർ റസൂല, ഫിർഔൻ എന്ത് ചെയ്തു? ഫിർഔനിലേക്ക് അയക്കപ്പെട്ട ദൂതനെ ധിക്കരിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. അതെന്തിനുള്ള തെളിവാ? ആ റസൂലിനെ നിങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ നരകത്ത് പോകുന്നവരല്ലോ, അതിന്റെ തെളിവാണ് അത്. ഫഅസാ ഫിർഔനുർ റസൂല, ഫിർഔൻ ആ പ്രവാചകനെ ധിക്കരിച്ചു. ഫഅഖദ്നാഹു അഖ്ദൻ വബീല, നാം എന്ത് ചെയ്തു? ഫിർഔനെ കടുത്ത ഒരു പിടുത്തം പിടിച്ചു അല്ലേ. ഫിർഔൻ ആ പ്രവാചകനെ ധിക്കരിച്ചതിന്റെ പേരിൽ ഫിർഔനെ നാം ശിക്ഷിക്കുകയും ചെയ്തു എന്നർത്ഥം. ഈ ആയത്ത് എന്ത് കിട്ടി? അള്ളാഹു നമ്മളെ വെറുതെ വിട്ടിട്ടില്ല, നമ്മളിലേക്ക് ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അത് മാത്രം ദൂതന്മാരെ അയക്ക് മാത്രമല്ല, ആ ദൂതന്മാർ നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു അല്ലേ. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ കൽപ്പിച്ച കാര്യം സ്വീകരിക്കുക, നിരോധിച്ച കാര്യം ഒഴിവാക്കുക. രണ്ടായി. മൂന്നാമത് ഈ ആയത്ത് കിട്ടുന്ന കാര്യം, അള്ളാഹു നമ്മൾ വെറുതെ വിട്ടിട്ടില്ല, ദൂതന്മാരെ അയക്കുകയും അവരനുസരിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും, അവരെ ധിക്കരിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോകും. എന്നിട്ട് തെളിവ് കൊടുത്തത് പിന്നെ ഈ ആയത്താണ്. കാരണം ഫിറഔനിലേക്ക് ദൂതനെ അയച്ചു, അതിന് ദൂതനെ ധിക്കരിച്ചു, നിഷേധിച്ചു, കളവാക്കി. അത് കാരണം അള്ളാഹു ഫിറഔനെ ശിക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ മസല. ഇതാണ് ഒന്നാമത്തെ മസല. 3 മസല പഠിക്കാൻ പറഞ്ഞല്ലോ, അല്ല ഒന്നാമത്തെ ഇതാണ്. എന്താ? നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതിലാർക്കും പങ്കില്ല. 2, നമുക്ക് ഉപജീവനം നൽകുന്നതും അള്ളാഹുവാണ്, അതിലാർക്കും പങ്കില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, അത് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് എനിക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ്. മറിച്ച് എന്ത് ചെയ്യണം? 2 കാര്യങ്ങളാണ്. 1 അത്തവക്കുൽ, 2 അഖ്ദുൽ അസ്ബാബ്. ഇത് രണ്ടും അനുവദിക്കപ്പെട്ടത്, രണ്ടുമാണ് വേണ്ടത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക അല്ലേ. ഒരാൾ കച്ചവടം തുടങ്ങാൻ പോവാണ്, കച്ചവടം തുടങ്ങുമ്പോൾ ഞാൻ ലാഭം ഉണ്ടാക്കും എൻ്റെ കഴിവനുസരിച്ച് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. കഴിവുള്ള അള്ളാഹുവിനുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താ? തവക്കുലാക്കുക, തവക്കുലാക്കി ഇറങ്ങുക, അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കുക. ലാഭം തേണ്ടത് അള്ളാഹുവാണ്, നഷ്ടത്തിലാക്കുന്നതും അള്ളാഹുവാണ്. റബ്ബ് എൻ്റെ കച്ചവടം നീ ലാഭത്തിലാക്കണം എന്ന് അള്ളാഹുലേക്ക് പരിപൂർണ രൂപത്തിൽ തവക്കുലാക്കുക. 1. രണ്ടാമത്തത് അഖ്ദുൽ അസ്ബാബ്. കച്ചവടം ലാഭകരമാകാൻ അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ചില അസ്ബാബുകളുണ്ട്, കാരണങ്ങളുണ്ട്, അത് സ്വീകരിക്കുക. ഏതാ?
കച്ചവട ലാഭം ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ഒന്ന്, കച്ചവടം ചെയ്യേണ്ടത് കച്ചവടം നടക്കുന്ന സ്ഥലത്താണ്. ഒരാൾ നല്ലൊരു ഷോപ്പ് കൊണ്ടിട്ട് ഗ്രാമത്തിൻ്റെ കുഗ്രാമത്തിൻ്റെ കച്ചവടം ഉണ്ടാവുമോ? ഇല്ല. കച്ചവടം ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യണം. അതിന് കൊടുക്കേണ്ട പരസ്യങ്ങൾ കൊടുക്കണം. അതിനു വേണ്ട മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം. രാവിലെ ഒന്ന് ഷോപ്പ് തുറക്കണം. ഇത് ഉച്ചക്കൊന്ന് തുറന്നാൽ കച്ചവടം ഉണ്ടാവുമോ? ഇല്ല. അപ്പം അതിനു വേണ്ടി നൽകപ്പെട്ട അസ്ബാബുകൾ അത് സ്വീകരിക്കണം. ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ്. ഒന്ന് തവക്കുലും, രണ്ട് അഖദുൽ അസ്ബാബ്. ഒരാൾക്ക് തവക്കുലില്ല, അഖദുൽ അസ്ബാബ് മാത്രമേ ഉള്ളൂ. പറ്റുമോ? ഇല്ല. ഒരാൾ കച്ചവടം തുടങ്ങി, അയാൾ പറയാണ് എൻ്റെ കച്ചവടം എനിക്കറിയാം കച്ചവടം എങ്ങനെ അള്ളാഹിലേക്കുള്ള ഒരു ബരമിൽ നടത്തിയിട്ടില്ല. പറ്റുമോ? ഇല്ല. രണ്ടാമത്തെ ആൾ തവക്കുൽ മാത്രമാക്കി, അസ്ബാബില്ല. അയാൾ കച്ചവടം തന്നെ അള്ളാഹുവാണ്. എവിടെ കച്ചവടം? എന്താ പ്രശ്നം? അയാൾ ഒരു കടലിൻ്റെ തീരത്ത് ഒരു ഷോപ്പ് തുടങ്ങി. എന്തിൻ്റെ? ആ ഒരു ബന്ധമില്ലാത്തൊരു ഷോപ്പ് കടലിൻ്റെ സൈഡിൽ. റേഷൻ കട കടലിൻ്റെ സൈഡിലാരെങ്കിലും തുടങ്ങും? ഇല്ല. അവിടെ ഐസ്ക്രീമിൻ്റെ പീടിയും മുട്ടായി പീടിയെല്ലാം ഉണ്ടാകുക കടലിൻ്റെ ഇറക്ക്. ഇയാളൊരു റേഷൻ കട തുടങ്ങി. കച്ചവടം തന്നെ അള്ളാഹു അല്ലേ? ഇയാൾ പോയിട്ട് വൈകുന്നേരം തുറക്കും, അല്ലെങ്കിൽ രാത്രി പോയി തുറക്കും. കച്ചവടം നടക്കുമോ? തവക്കുലാക്കി എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. അത് ഏതുപോലെയെന്ന് അറിയോ? തെക്കോട്ട് പോകേണ്ട വണ്ടിക്ക് കയറിയിട്ട് വടക്കോട്ടേക്ക് ടിക്കറ്റ് എടുക്കുന്നത് പോലെയാണ്. നടക്കും അത്? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? രണ്ടും ചെയ്യണം. തവക്കുലാക്കണം, അഖദുൽ അസ്ബാബും സ്വീകരിക്കണം. ഏതുപോലെ റസൂലുള്ളാഹി തങ്ങളുടെ ഒരു സഹാബി റസൂലിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇത് ഒട്ടകത്തിൻ്റെ പുറത്താണ് വന്നത്. റസൂലിന്റെ അടുത്ത് ഒട്ടകത്തിന് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഞാൻ ഈ ഒട്ടകത്തെ റബ്ബിൽ ബരമേൽപ്പിച്ച് വിടട്ടെ എന്ന് ചോദിച്ചു. ഒട്ടകത്തിന് കയറ് കിട്ടിയില്ലെങ്കിൽ എന്താവും? അതതിൻ്റെ വൈക്ക് പോകും. അപ്പം ഞാൻ തവക്കുലാക്കി ഇതിന് എൻ്റെ വൈക്ക് വിടട്ടെ എന്ന് ചോദിച്ചു. റസൂലിന് പറ്റൂല, നീ ആദ്യം കെട്ടണം, എന്നിട്ട് നീ തവക്കുലാക്കണം. നമ്മൾ ചെയ്യേണ്ട പണി എടുത്തിട്ട് വേണം തവക്കുലാക്കാൻ. കല്യാണം കഴിക്കാതെ മക്കളെ ചോദിച്ചാൽ കിട്ടുമോ? ഇല്ല. അതേപോലെ ഈ പണി ആദ്യം കല്യാണം കഴിക്കണം. അള്ളാഹ് അനുവദിച്ച കാര്യം നീ ചെയ്യണം, എന്നിട്ട് അള്ളാഹുലേക്ക് തവക്കുലാക്കണം. കല്യാണം കഴിച്ചു എന്നത് കുട്ടി ഉണ്ടാകുമോ? ഇല്ല. അള്ളാഹ് തരണം. അപ്പം നീ ആദ്യം കല്യാണം കഴിക്കണം, എന്നിട്ട് ദുആ ചെയ്തിട്ട് കുട്ടീനെ ചോദിച്ചോ. ഇത് രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെയാണ്. രണ്ടും അനിവാര്യമാണ്. അപ്പം റിസ്കിന്റെ വിഷയത്തിൽ നമ്മൾ ആ നിലപാട് സ്വീകരിക്കണം, അല്ലേ? തവക്കുലാക്കണം, അതേപോലെ അള്ളാഹു അനുവദിച്ച അസ്ബാബുകളും സ്വീകരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇനി ആ പ്രവാചകനെ ഫോളോ ചെയ്താൽ സ്വർഗത്തിലാണ്, പ്രവാചകൻ ധിക്കരിച്ചാൽ നരകത്തിലാണ്. ഇതാണ് ഒന്നാമത്തെ മസല നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ മസല അസ്സാനിയ. രണ്ടാമത്തെ മസല പഠിക്കുന്ന നിർബന്ധമായ രണ്ടാമത്തെ മസല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, ശ്രദ്ധിച്ചു. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യർദ, അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല, അയ്യുശ്റക മഅഹു അഹദുൻ, അള്ളാഹിന്റെ കൂടെ പങ്കു ചേർക്കപ്പെടുന്നതിന്, ഫി ഇബാദതിഹി, അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ, അള്ളാഹിന്റെ കൂടെ ഇബാദത്ത് ചെയ്യുന്നതിൽ മറ്റൊരാളെ പങ്കാക്കുന്നത് അള്ളാഹുവിന് ഒരിക്കലും തൃപ്തിപ്പെടൂല. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഭർത്താവ്, ആ ഭർത്താവ് എപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്താ? ഭാര്യ എന്നെ അനുസരിക്കണം എന്നുള്ളതാണ്. ഭാര്യ എന്നെ സ്നേഹിക്കണം, എന്നെ അനുസരിക്കണം, അല്ലേ? അവളെപ്പോഴും എൻ്റെ കീഴിലായിരിക്കണം എന്നാണ് ഭർത്താവ് ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക. ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് ഭർത്താവിനെ ധിക്കരിക്കുകയും വേറൊരാളെ അനുസരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു സങ്കടം, ദേഷ്യം ഉണ്ടാവും. നമ്മുടെ ഈ നോർമലായ മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഖാലിഖായ റാസിഖായ അള്ളാഹിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, നമ്മളെ സൃഷ്ടിക്കുകയും ദുനിയാവിൽ നമുക്ക് എല്ലാ സുഖങ്ങളും ഒരുക്കി തരികയും എല്ലാം സജ്ജീകരിച്ച് തരികയും എല്ലാം ചെയ്ത് നമുക്ക് വേണ്ട സകല കാര്യങ്ങളും ചെയ്തെന്ന് ഒറ്റൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്താ അത്? ശിർക്ക് ചെയ്യാതെ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വേറൊന്നും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? വായുവിന് അള്ളാഹു ചെലവ് വെച്ചിട്ടുണ്ടോ? വെള്ളം നൽകുന്ന അള്ളാഹു പൈസ വെച്ചിട്ടുണ്ടോ? നമുക്ക് കച്ചവടം ലാഭം തരുന്നത് കൊണ്ട് മാസാമാസം എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അള്ളാഹു ഒറ്റൊരു കാര്യം ചോദിച്ചിട്ടില്ല. എന്താ അത്? നിങ്ങൾ ശിർക്ക് ചെയ്യാത്ത രൂപത്തിൽ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അതിന് നമ്മൾ വെള്ളം ചേർത്താൽ അള്ളാഹ് സഹിക്കുമോ അള്ളാഹ്? അതുകൊണ്ട് അള്ളാഹ് പറയാൻ കാരണം, ശിർക്കല്ലാത്ത മറ്റെല്ലാം ഞാൻ പുറത്തു കൊടുക്കും, ശിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കില്ല. കാരണം അത് മഹാപാതകമാണ്, അത്ര വലിയ അപരാധമാണ് ശിർക്ക് എന്നുള്ളത്. അതാ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യർദ, തീർച്ചയായും അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, അയ്യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി, അള്ളാഹിന്റെ കൂടെ ഇബാദത്തിൽ മറ്റൊരാളെ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടാവൂല. ആരൊക്കെ? ലാ മലക്കുൻ മുഖറബ്, അള്ളാഹിന്റെ അടുക്കൽ മുഖറബായ മലക്കാണെങ്കിലും ശരി അള്ളാഹ്ക്ക് തൃപ്തിപ്പെടൂല, അള്ളാഹ് ഇഷ്ടപ്പെടൂല. മലക്കുൽ മുഖറബ് എന്ന് പറഞ്ഞാൽ എന്താ? മലക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പട്ടാളക്കാരാണ്, ജുനൂദുള്ള, അള്ളാഹിന്റെ പട്ടാളക്കാരാണ് മലക്കുകൾ. അതിൽ അള്ളാഹിന്റെ അടുത്തൊരു സാമീപ്യം കിട്ട മലക്കുണ്ട്, ജിബ്രീലിനെ പോലെ.
ആ ജിബ്രീലിനാണ് നിങ്ങൾ അള്ളാഹിന്റെ കൂടെ ചേർത്തതെങ്കിൽ അള്ളാഹ്ക്ക് എന്ത് ചെയ്യൂല, സഹിക്കൂല. വലാ നബിയ്യുൻ മുർസൽ, അയക്കപ്പെട്ട പ്രവാചകന്മാരാണെങ്കിലും ശരി. അത് പ്രവാചകന്മാർ പല രൂപത്തിലുണ്ട് അല്ലേ. അള്ളാഹിന്റെ അടുത്ത ആൾക്കാരുണ്ട്, ഉലുല്ലസിൽപ്പെട്ട പ്രവാചകന്മാർ, റസൂലുള്ളാഹി തങ്ങൾ, ഇബ്രാഹിം നബി, അതേപോലെ മൂസാ നബി, ഈസാ നബി, നൂഹ് നബി. ഈ പറയപ്പെട്ട പ്രവാചകന്മാരാണെങ്കിൽ കൂടി അള്ളാഹ്ക്ക് അത് സഹിക്കൂല, പാടില്ലാത്തതാണ്. ഇപ്പൊക്കെ ഈ പ്രവാചകന്മാർ പറ്റൂല എന്ന് പറഞ്ഞു, മലക്കുകളും പറ്റൂല എന്ന് പറഞ്ഞു, പിന്നെ നമ്മളെപ്പോലത്തെ സാധാ മനുഷ്യന്മാരെ പറ്റുമോ? ഒരിക്കലും ഇല്ല, മുസ്തഹീൽ അല്ലേ. സ്വന്തം ഭാര്യന്റെ ഉപ്പാനെ അനുസരിക്കുന്ന നമ്മളനുസരിക്കാതെ നമുക്ക് ദേഷ്യം പിടിക്കൂലേ? അപ്പൊ ഈ ഭാര്യ ഏതോ ഒരു പണിക്ക് വന്ന ജോലിക്കാരനുസരിച്ച് നമുക്ക് സഹിക്കുമോ? അതേപോലെ തന്നെ അള്ളാഹ്ക്ക് മസല് പറയാൻ പാടില്ല, പക്ഷെ ചെറിയ ഉദാഹരണം പറഞ്ഞു മാത്രം. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരണിമണി തൂക്കം ശിർക്ക് സംഭവിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല, പ്രവാചകനായാലും ശരി, മലക്കുകളായാലും ശരി. അപ്പൊ ഈ പറയപ്പെട്ട രണ്ട് വിഭാഗമായി, അത് രണ്ടും അള്ളാഹിന്റെ അടുക്ക സ്ഥാനമുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളൊക്കെ അവസ്ഥ പറയാനുണ്ട്. നമ്മളെപ്പോലെ വിചാരങ്ങളുള്ള, ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, അങ്ങാടിയിലൂടെ നടക്കുന്ന, നമ്മളെപ്പോലെ ജീവിച്ച് മനുഷ്യന്മാർ അള്ളാഹിലേക്ക് പങ്കു ചേർത്താൽ അള്ളാഹ് സഹിക്കുവോ? അള്ളാഹു കാക്കട്ടെ നമ്മളെ. ഏതോ ചില അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ചില മുവഹിദുകൾ ദുനിയാവിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ദുനിയാവ് തന്നെ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ അള്ളാഹു കീമൽ മറിച്ച് എല്ലാവരും നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ. അത്രത്തോളം വ്യവസായങ്ങളും അള്ളാഹിന്റെ ഇബാദത്തിൽ പങ്കുചേർക്കപ്പെടുകയും നിസാരന്മാരായ മനുഷ്യന്മാരെ അള്ളാഹിനേക്കാൾ വലിയ ആൾക്കാരാക്കുകയും ഇന്ന വ്യക്തികളോട് ചോദിച്ചിട്ട് അള്ളാഹു ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അള്ളാഹിന്റെ മേലെ, അള്ളാഹിനെ പങ്കുചേർക്കല്ല, കൂടെ ചേർക്കല്ല, അള്ളാഹിന്റെയും മേലെയാക്കി ആ മനുഷ്യന്മാർ ചോദിച്ചിട്ട് എന്ത് ചെയ്യൂ, അള്ളാഹു കാര്യങ്ങൾ തീരുമാനിക്കൂ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമുദായം എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപകടം വളരെ ഗുരുതരമാണ്. എന്തോ ദുനിയാവിൽ ജീവിക്കുന്ന ഒന്നോ രണ്ടോ മുവഹിദുകളുടെ ബർക്കത്ത് കൊണ്ട് മാത്രമാണ് ദുനിയാവ് നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴെല്ലാം കീമിൽ മറിക്കപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹു കാക്കട്ടെ. ഈ പറയപ്പെട്ട കാര്യത്തിന് തെളിവ്, അതായത് അള്ളാഹിന്റെ കൂടെ ശിർക്ക് ചെയ്യപ്പെടുന്ന അള്ളാഹു ഒരിക്കലും തൃപ്തിയാകൂല, അള്ളാഹു തൃപ്തിപ്പെടൂല. അത് മലക്കായാലും ശരി, നബിയായാലും ശരി. തെളിവെന്താ? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ അല്ലേ, സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ, മസ്ജിദുകൾ അത് അള്ളാഹുവിനുള്ളതാകുന്നു. ഫലാ തദ്ഉ മഅല്ലാഹി, നിങ്ങൾ അള്ളാഹിന്റെ കൂടെ വിളിച്ച് ദുആ ചെയ്യാൻ പാടില്ല. അഹദൻ, ഒരാളെ. പള്ളികളിൽ ഇപ്പൊ പള്ളിയല്ലാത്ത സ്ഥലത്ത് പറ്റുമെന്നാണോ? അല്ല. കാരണം പള്ളി എന്ന് പറഞ്ഞത് അള്ളാഹിനെ മാത്രം ആരാധിക്കപ്പെടേണ്ട, ഇബാദത്ത് ചെയ്യപ്പെടേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാളെ വിളിക്കാൻ പാടില്ല. അങ്ങനെ മറ്റൊരാളെ വിളിച്ചാൽ എന്തായി? ഇതിന് പള്ളി എന്ന് പറയില്ല. ഞാൻ വിവാദത്തിലേക്ക് കിടക്കുന്നില്ല, കാരണം സൂചിപ്പിച്ചു എന്ന് മാത്രം. മനസ്സിലാകുന്നുണ്ട? അപ്പം പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അതാണ് ഈ ഒരു മസലക്ക് നമ്മുടെ ഷെയ്ഖ് തെളിവായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കുറച്ച് വലുതാണ് അല്ലേ. അത് ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ഒരുപാട് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ وعلى آله وأصحابه أجمعين. السلام عليكم ورحمة الله وبركاته.